ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ നാട്ടിലാണുള്ളത്. ഇന്നലെ വന്നതാണ്, നാളെ പോകും. ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. നാടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ഒരു ദിവസമൊക്കെ വരുന്നത്, അങ്ങനെ ലീവ് എടുത്തൊക്കെ വരാറുണ്ട്. ആ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഇവിടെ നാട്ടുകാരൊക്കെ മറക്കും, അതാണ് യാഥാർത്ഥ്യം. അതെനിക്ക് കുഴപ്പമില്ല, തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ള വയലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. തോടും ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളമായിരിക്കും, അപ്പൊ രസമായിരിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തെന്താ വെച്ചാൽ 4:45 തോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങി പക്ഷെങ്കിൽ പാതി വൈമലെത്തിയപ്പോൾ എന്തായി, മഴ പെയ്തു. മഴ ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ഉടമനോട് പറഞ്ഞതാണ് വീട്ടിൽ പോയി കൊണ്ടെടുത്തോണ്ടേ, ഓളത് കേൾക്കില്ല, ഓക്കെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്, അതിൻ്റെ പ്രശ്നമുള്ളൂ. ഇത് ഞങ്ങളെ മറ്റേ നാട്ടിലെ കുടുംബശ്രീ പ്രസിഡന്റ് ആണ്. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ആർട്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണുന്നതാണ് ഞങ്ങളുടെ മദ്രസ. അതിൻ്റെ പുറകിലായിട്ടാണ് പള്ളി. പണ്ട് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ചെറിയ വരമ്പുകളായിരുന്നു. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല രസമായിരുന്നു ഇതുവഴി നടക്കാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതുവഴിയൊക്കെ നടക്കാൻ വേണ്ടി വരുമായിരുന്നു, ഇവിടെ വയലിലൊക്കെ പോകാൻ വേണ്ടി. ഇതില് വന്നിട്ടൊന്നും ഞാൻ വരലുണ്ട്. ഇവര് വരൂലെങ്കിലും ഞാൻ വരലുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ പണ്ട് പുറത്തിറങ്ങാത്ത എന്താ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പണ്ട് ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇവളിപ്പോഴും വലിയ ബുദ്ധിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ് ഇപ്പൊ രാജിര. ആള് മൊത്തത്തിൽ മാറി. വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാനും നെഫ്ലി ഓടിക്കയറി പാലത്തിലിരുന്നു. പിന്നെ അവിടുന്ന് ഫോട്ടോ. ഇതൊക്കെ ആരെങ്കിലും എക്സ്പീരിയൻസ് എല്ലാരും ചെയ്തിട്ടുണ്ടാവും, എന്നാലും ചെയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതെ, വെള്ളം കുറവാട്ടോ, നമ്മൾ വിചാരിച്ചത്ര വെള്ളമൊന്നും ഇവിടെ ഇല്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ തോട് നിറഞ്ഞു മൊത്തത്തിൽ ഒഴുകും. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ കുറവുണ്ട്. ഇപ്പം പിന്നെ ഇവിടെ സ്റ്റക്കാണല്ലോ, തോട് ഒഴുകുന്നില്ല. അല്ല, ഞാൻ പുറത്തേക്ക് ഒഴുകുന്നു. ഞങ്ങളിവിടെ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചു വന്നേ, പക്ഷെ ഇവിടെ അതിനകത്ത് വെള്ളമൊന്നും ഇല്ലല്ലേ. കാര്യായിട്ട് ഇവിടെ വെള്ളമൊന്നുമില്ല. പിന്നെ പാമ്പുണ്ട്, അറിനെ കൊണ്ട് അങ്ങ് ഇറങ്ങാൻ ഇവിടെ സോറി, അത് പറയാൻ വിട്ടു. അത് സംഭവം ഇവിടെ ഇവിടെ ഉള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇവിടെ ഒരു പാമ്പിനെ കണ്ടിട്ടീനു, എന്നിട്ട് പോലെ അതിനെ പിടിക്കാൻ നോക്കിയിട്ട് അതിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു പേടി സ്ഥലത്ത് പോകുമ്പോ, അല്ല അങ്ങനെ നല്ലോണം പറയാം, അല്ല അങ്ങനെയല്ല, കുറേ അടിപൊളി സ്ഥലത്ത് പോകണമെന്ന് നമ്മള് കുറച്ച് നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളുടെ കൂടെ പോയി അവിടെ പോയി ചില്ല് ചെയ്യാൻ, അല്ലാണ്ട് നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര ഇതായിട്ടൊന്നും അതിൽ കാര്യമില്ല. എവിടെ പോകണമെങ്കിലും എന്താ പറയാ, നമ്മള് എൻജോയ് ദി ലിറ്റിൽ തിങ്സ് എന്ന് പറയില്ല. നമ്മള് എന്താ പറയാ, ചെറിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മെസ്സേജ് ആണ്. തത്വങ്ങൾ മാത്രം പറയാൻ ഞങ്ങൾ രണ്ട് മോയന്റുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയൊന്നല്ല, രാജിക്ക് ബുദ്ധിയുണ്ട് വില പുറത്തറിയിക്കായിട്ട്. അതെ, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിപ്പോ സംസാരിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ശരിക്കും എല്ലാവരും ഇൻസ്റ്റാഗ്രാം വാട്സ് സ്പേസ് ഒന്ന് പോയി ഫോളോ ചെയ്തോ, ബാഗ് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോ. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, ഫസ്റ്റ് ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അതുവഴി അങ്ങോട്ട് അതിലുള്ള ഇതൊന്നും. പക്ഷെ ഇവരൊക്കെ ടോപ്പിക് ഒന്ന് മാറുന്നു. അവിടെ ഒരു മയിലുണ്ട്. അവിടെ ഞങ്ങള് സൂക്ഷിച്ചു നോക്കിയാലും ഇവിടെ പാലക്കാട് പോലെ ഒന്നും അല്ല, ഇവിടെ ആഴ്ചയിലും ആണ്ടിലും ഒരിക്കലൊക്കെ മയിലിനെ കാണാറുള്ളൂ. മയിലിനെ കാണാൻ പറയാറ്, ഞങ്ങള് കാണാത്തോണ്ടോ. പാലക്കാട് കാണും. ഇതിപ്പം കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. പക്ഷെ അവിടുന്ന് മയിലെന്ന് പറയാൻ 1-2 കിട്ടും, അതുകൊണ്ടാണ്. പക്ഷെ അത് അതിന് പീലിടർത്ത് എന്തോ വൈണ്ടോ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഫ്രണ്ട് പോയി ഡാൻസ് കളിച്ചാ പീലി വിട തോന്നുന്നു. അങ്ങനെയല്ല ഗൈസ്, മയിലിന് മൂഡ്. വേറൊരു കാര്യം ഇമ്മക്ക് ഞങ്ങളെ ഈ പരിപാടികളൊന്നും ഇഷ്ടപ്പെടായിട്ട് ഇപ്പൊ തിരിച്ചു പോയി. ഇമ്മ പോകുമ്പോ ആയിഷന്റെ വീഡിയോയിൽ ഇത്രയും നേരം ഞങ്ങളെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് വേണ്ടി ആയിഷന്റെ വക ചായയും കടി ഉണ്ടെന്നാണ് ആയിഷ പറഞ്ഞത്. അതിനോടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ അവര് പ്രതീക്ഷിച്ചിരിക്കല്ലേ ഉണ്ടാവുള്ളൂ എന്റെ കയ്യിൽ നിന്ന്. ഇനി ആയിഷ നാട്ടിൽ വരും, വീഡിയോ എടുക്കേണ്ടി വരും. അന്നപ്പോ നമ്മക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. അന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം.
ഇപ്പൊ നമ്മളെ ഇവിടെ പക്ഷെ ഇപ്പൊ അതിനേക്കാളും എന്താ പറയാ 10K അടിച്ചു നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ആണിത്. അപ്പൊ ഈ സെലിബ്രിറ്റി നമുക്ക് എന്തെങ്കിലും ചെലവ് ചെയ്ത് തരണം. അതല്ലേ ഏറ്റവും മെയിൻ ആയിട്ട്. ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം കഷ്ടപ്പെട്ട് അതേ കുറച്ച് കഷ്ടപ്പെട്ടിക്ക് അതിനുള്ള ചെലവ് ഞാൻ കൊടുത്തിട്ട് ആയിഷനെ പറഞ്ഞില്ലല്ലോ. അൺടോൾഡ് സ്റ്റോറി ആയിരുന്നു എല്ലാം നമ്മളിങ്ങനെ ആയിഷനെ പറയാനുള്ളത്. ഇവർ ഇന്ത്യ അടുത്തൊന്നും പറയൂല. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നാട്ടിൽ നടക്കുന്ന ലോക്കൽ കാര്യങ്ങൾ മാത്രം ഇവർ ഇന്ത്യ അടുത്ത് പറയും. ലോക്കൽ കുടുംബശ്രീ അതാണ് ലോക്കൽ പറയാൻ കുടുംബശ്രീ കാര്യങ്ങൾ നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. അപ്പൊ എനിക്ക് 10K ആയതിന് ഞാൻ വിചാരിച്ചു വിലയില്ല എനിക്ക് ശരിക്കും എനിക്ക് സന്തോഷത്തിന് ഒരു കേക്കൊക്കെ വാങ്ങി തരാം. അല്ലാണ്ട് എനിക്ക് 10K ആയതിന് ഞാൻ ഇവർക്ക് എന്തിനാ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ നന്നായിട്ട് മയക്കാറ് വരുന്നുണ്ട്, ഇവരാരും മനസ്സിലാക്കുന്നില്ല. കൊടരുത്തിയിലുള്ള കൊടമ്മ കൊണ്ടുപോയി ക്യാമറ ഞങ്ങൾക്ക് കയ്യിൽ വെച്ചാണ്. ഒന്ന് അങ്ങോട്ട് കാണിച്ചു. മഴക്കാറ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അധികം ഞങ്ങൾക്ക് തന്നെ ഈ മഴ കിട്ടാൻ. അവിടെ നിന്ന് ആരോ നടന്നു വരുന്നുണ്ട്, ഒരു രംഗണ്ണൻ നടന്നു വരുന്നുണ്ട്. രംഗണ്ണൻ തന്നെയാണ്. അപ്പൊ ഗൈസ് ഞങ്ങള് ഇവിടുന്ന് വയലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വയലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങള് എന്തേലും ആവട്ടെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങള് തിരിച്ചു പോവാണ്. പോകാൻ താല്പര്യമൊന്നുമില്ല, പക്ഷെ മഴക്കാറിലോണ്ട് ഇവിടെ കിടന്നോണ്ടേ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ബൈ. അപ്പൊ ഞങ്ങള് പോവാണ്. ഒരു ഭാരം ഇല്ലാത്ത പക്ഷെ പാവാണ്. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ ഗൈസ്. ഇന്റെ കൂടെ 1ാം ക്ലാസ് മുതല് +2 വരെ +2 വരെ ഒരുമിച്ച് പഠിച്ചേ. ഇത് എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ +2 വരെ ഇപ്പോഴും എന്റെ കൂടെ ഉള്ള എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഇടക്ക് നല്ല തെറ്റല് തെറ്റിക്ക്, അത് വിവരമില്ലാത്ത സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പറയാം എന്താണ്, യാതൊരു ജാട ഇല്ലാണ്ട് എൻ്റെ അടുത്ത് ഞാൻ എത്ര മെസ്സേജ്, ചിലപ്പോൾ എൻ്റെ അടുത്ത് എത്ര മെസ്സേജ് അയച്ചാലും വിളിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ എൻ്റെ അടുത്ത് എപ്പോഴും മിണ്ടുന്ന ആളാണ് നഫ്ല. പിന്നെ ഇത് എന്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ പരിചയപ്പെടുന്ന, ഞങ്ങള് വീടിന്റെ അടുത്താണെങ്കിൽ വീടിന്റെ അടുത്ത് പുതിയായിട്ട് താമസമായിട്ട് വന്നതാ, ആദ്യമുള്ള ആളല്ല. ഇതങ്ങനെ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാത്ത കുട്ടിയേനും ഈ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവക്ക് എല്ലാ കമ്പനിക്കും ഞങ്ങൾ അതിന് ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങള് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. സത്യം പറഞ്ഞ ഞങ്ങള് നല്ല കൊറേ ഓർമ്മകളുണ്ട്. നോമ്പിന് തറാവി നിസ്കരിക്കാണ്ട് ചായ കുടിച്ചിരിക്കല്, പിന്നെന്താ കൊറേ കൂടാൻ വന്നത് ഒരിക്കലും മറക്കാനാവാത്തൊരു മെമ്മറിയാണ്. ഞാൻ ഇവിടുന്ന് പോയപ്പോ സത്യാട്ടോ ഞാൻ കുറച്ചുകൂടി ഗായ്സ് അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടുന്ന് ഓടുകയാണ്, കാരണം ഞങ്ങളെ കൈ കൊട ഗൈസ്. ഇനി ഞങ്ങൾക്ക് അറിയില്ല, കൊട ഇല്ല, നനയായിരിക്കും. ചെറിയ മഴയുള്ളൂ, കുഴപ്പമൊന്നുമില്ല, എന്നാലും വിളിക്കും. ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാജിന് ചായ എന്തായാലും നാജിനെ ചായ വാങ്ങിച്ചു തരും. 50 റുപ്യ കാണുന്നേ ഉള്ളൂ. 50 കൊണ്ട് ഞാൻ വന്നു പോയി. ഉള്ളിലൊരു കരയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പൈസ എടുത്ത് കൈമേൽ വെച്ചപ്പോ പൈസ എടുക്കണ്ട എന്നെ പൈസ പറഞ്ഞ നന്മമാരാണ് നമ്മളെ അഫ്ലത്ത. അപ്പൊ പിന്നെ ആര് പൈസ എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചായ കുടിക്കും. ചായയും ഇങ്ങനെ വേഗം സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയാലും ആയിഷന്റെ വക ഞങ്ങൾക്ക് ചെലവ്. ഇത് എഴുതി വെച്ചു. നമ്മളെ ഫാൻസൊക്കെ അതെ ഇവർക്ക്. പിന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്തോണ്ട് ഈ വീഡിയോ അതോ ഞാൻ പോസ്റ്റ് ചെയ്ത എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, കാരണം ഇതൊരു സെലിബ്രിറ്റി ആണ്. അപ്പൊ എന്റെ ചാനല് വളരുന്നുണ്ട്. അടുത്ത വീട്ടിലൊക്കെ നമ്മളെ വിഷയം. പക്ഷെങ്കില് എനിക്ക് ഭയങ്കര അല്ല കുഴപ്പമൊന്നുമില്ല. അമ്പലത്തില് പാട്ട് കേൾക്കും, ഇങ്ങനെ സൂക്ഷിച്ച് കേട്ടാ. ഞങ്ങളെ ഗ്രാമം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളെ സ്കൂള്, അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്.
കുറച്ച് താഴെയായിട്ട് നമ്മളെ പള്ളി. കുറച്ച് താഴെയായിട്ട് പള്ളിയും. അപ്പൊ മൊത്തത്തിൽ അമ്പലപ്പാട്. ശരിക്കും അമ്പലപ്പാട് നല്ലൊരു ഗ്രാമമായിരുന്നു. ഇപ്പൊ നമ്മളാരും കൂടെ വരായിട്ടാണ്. സംഭവം ഇത് അടിപൊളിയാണ്. ഇടയ്ക്ക് രാവിലെ എനിക്ക് ക്ലാസ്സിൽ പോകും. നാടിനായിട്ട് ക്ഷീണം 6:30 നല്ല കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ലേ, ഒരു എന്താ പറയാ, ഒരു നല്ല ശരിയാണ്. മോന്തി നേരം. നമ്മളെ കോഴിക്കോട് ഭാഷയിൽ പറയുകയാണെ മോന്തി നേരം. നമ്മളതിന് വീഡിയോ എന്താ അപ്പൊ ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ അമ്പലപ്പാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ഗ്രാമത്തിലെ ചെറിയൊരു ഭാഗം വിചാരിക്കുന്നു. അറിയില്ല. ബോറടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങള് കമന്റ് ചെയ്യാ, ഇല്ലെങ്കിലും കമന്റ് ചെയ്യാ. ഗൈസ്, അപ്പൊ ഞങ്ങളെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉച്ചക്ക് ആഴ്ച ഞങ്ങളെ വിട്ട് പോവാണ്. പിന്നെ അടുത്ത ആഴ്ച അങ്ങനെ വരുള്ളൂ. ഞാൻ മരിക്കാൻ ഇവരെ പറച്ചിലായിട്ട് ഞാൻ മരിക്കാൻ പോവാതെ. അടുത്ത ആഴ്ച ഒന്നും വരെയില്ല ഗൈസ്. ഓള് എന്തോ അവള് നൂറ്റാണ്ടിലൊക്കെ വരും. നമുക്ക് വിഷമൊന്നുമില്ലല്ലോ അഫ്ലത. ഇവര് ഫുൾ ടൗണില്, ഇവര് ഫുൾ ചില്ല. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഹോസ്റ്റലാണെങ്കിലും ഞാൻ എങ്ങോട്ടും പോയല്ലേ, ഇവരാണ് ഇവിടെ ഫുൾ ചില്ലിങ്. പിന്നെ നിങ്ങൾ പോകുന്ന കാണുന്ന വീഡിയോ ഒക്കെ ആശ ഹോസ്റ്റലിൽ നിന്നിട്ട് ബാക്കി എല്ലാവരും കൂടി പോയി എടുക്കുന്ന വീഡിയോ കേട്ടോ. അങ്ങനെയല്ല, അത് വല്ലപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. വണ്ടി വരുന്നുണ്ട് ഗൈസ്. അപ്പൊ പറഞ്ഞു എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ഗൈസ്.